നിങ്ങളിപ്പോ അങ്ങനെ ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ് പറയുക. ഗവൺമെന്റ് മിഷനറി ഉണ്ട്. കാരണം ഇവിടെ ഗവൺമെന്റിനെ സംഘടിതമായി നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഗവൺമെന്റ് സ്റ്റാൻഡ് പറയാൻ ഒരു പക്ഷെ PRD പരസ്വീകരിക്കേണ്ടി വരും. അതിനപ്പുറത്ത് എന്തെങ്കിലും അതിനകത്ത് തടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെന്റ് നടന്ന സംഭവങ്ങൾ കാരണം എത്രമാത്രം തെറ്റായ രീതിയിലാണ് പല പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രചരണങ്ങൾ എന്താണ് എന്ന് സർക്കാരിന് ചിലപ്പം ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. അത്തരം ഒരു ക്ലാരിഫിക്കേഷൻ അപ്പുറത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ വളരെ ക്ലിയറായി ജിഷ്ണുവിന്റെ കൂടെയാണെന്ന് അന്നും ഇന്നും എല്ലാ കാലത്തും പറയുന്നുണ്ട്. സർക്കാർ വളരെ ക്ലിയറായി അതിനകത്ത് നടന്ന കാര്യങ്ങൾ എന്താണ്. കാരണം പലപ്പോഴും പലരും കുരുടൻ ആനയെ കണ്ട പോലെയാണ് സംസാരിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡേ വൺ മുതൽ ഈ നിമിഷം വരെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ജനങ്ങൾ അറിയണമല്ലോ. പലരും പകുതി അർദ്ധസത്യങ്ങൾ കേട്ടാണ് ചിലരും വികാരപരമായി പ്രതികരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്നെ പറയാൻ അനുവദിക്കണല്ലോ. നിങ്ങളെ കഴിഞ്ഞ ദിവസം എന്റെ ബൈറ്റ് എടുത്തു, എന്നെ ഇന്റർവ്യൂ ടെലിയിൽ വിളിച്ചു. ഞാൻ മലപ്പുറം തെരഞ്ഞെടുപ്പിലാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആളുകളോട് ഞാൻ തെരഞ്ഞെടുപ്പ് ഫീൽഡാണ്. അല്ല, നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളുടെ ആളുകൾ വളരെ എറഗന്റായി എന്നോട് ചോദിച്ചു. എറഗന്റായി ഒരു ഇന്റർവ്യൂ അല്ല നടത്തി, ഇൻട്രോഗേഷൻ ആയി. ഇൻട്രോഗേഷൻ IPS ഓഫീസർമാർ ഒരാളെ ചോദ്യം ചെയ്യുന്നത് പോലെ ഇൻട്രോഗേഷൻ നടത്തിയപ്പോൾ തിരിച്ചു ഞാനും അങ്ങനെ പറഞ്ഞു. അത് എനിക്ക് ഇപ്പൊ വലിയ ആയുധമാക്കി എന്നെ ഇടതുപക്ഷ വിരുദ്ധന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞതും സംഭവവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞത് ഇതിനെ പറ്റിയായിരുന്നു. അത് നേരെ വിരുദ്ധമായി ഞാൻ മഹിജയുടെ അറസ്റ്റ് തന്നെ മഹിജയെ വിളിച്ചുകൊണ്ട് തെറ്റില്ല എന്ന രീതിയിലേക്ക് പറഞ്ഞ രീതിയിലാണ് അപ്പൊ ഈ ഇതാണ് നിങ്ങളുടെ കുഴപ്പം. കാര്യത്തിലേക്ക് വരൂ എന്ന് പറയും. ഏതെങ്കിലും സർക്കാർ ഈ 3/4 പേജ് പരസ്യം നൽകിയിട്ടുണ്ടോ ശ്രീ ഷംസീർ? ഇന്നേ വരെ ഏതെങ്കിലും ഒരു സർക്കാർ അതിന്റെ ജനതയെ ബോധ്യപ്പെടുത്താൻ 3/4 പേജ് പരസ്യം നൽകിയിട്ടുണ്ടോ ലക്ഷങ്ങൾ മുടക്കി? സാധാരണഗതിയിൽ നമ്മൾ ഹാരിസൺ മലയാളത്തിന്റെയും പൊട്ടിപ്പോയ ചിട്ടി കമ്പനികളുടെയും മറ്റ് കോർപ്പറേറ്റ് കമ്പനികളുടെയും വിശദീകരണമാണ് ഇത്തരത്തിൽ ഈ സ്വഭാവത്തിൽ കണ്ടിട്ടുള്ളത് ശ്രീ ഷംസീർ. PRD പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട റീഡർ? PRD എന്തിനാണ്? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ്? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ സർക്കാരിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ വരാറുണ്ടല്ലോ. അത് ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും. ഇതിപ്പോ ഗവൺമെന്റിന്റെ മുഖം വികൃതമാക്കാൻ സംഘടിതമായി പല പ്രചരണങ്ങൾ നടന്നപ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് ചിലപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ഫീൽഡിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വിശദാംശങ്ങൾ എനിക്കറിയില്ല. നിങ്ങളുടെ ചോദ്യം മാത്രമേ എനിക്കറിയൂ. നിലത്തിരിക്കുന്ന ജിഷ്ണുവിന്റെ അമ്മയെ പോലീസുകാർ കൈനീട്ടി എഴുന്നേൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മിക്ക ചാനലുകളും കാണിക്കുന്നത്. റേഞ്ച് IG നടത്തിയ അന്വേഷണത്തിലും പോലീസ് അതിക്രമത്തിന് തെളിവുകൾ കിട്ടിയിട്ടില്ല. റേഞ്ച് IG ഇന്ന് റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ് സർ DGPക്ക്. അതിനു മുന്നേ പത്രത്തെ പരസ്യത്തിൽ IG-യുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. അതിനു മുന്നേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലീസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല തിരിച്ചറിയുന്നുണ്ട്. പിന്നെ എന്തിനാണ് IG-യുടെ റിപ്പോർട്ട്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ അതേ അർത്ഥത്തിൽ ചിലപ്പോൾ ഞങ്ങൾ ഉത്തരം പറയുമ്പം അത് പിന്നെ ചില ഫേസ്ബുക്ക് ബുദ്ധിജീവികൾ എനിക്കെതിരെ ആയുധമാക്കി മാറ്റും. അതുകൊണ്ട് ഇതിനൊക്കെ ഉത്തരം പറയാൻ അറിയാത്തതുകൊണ്ടല്ല. ചില ഘട്ടങ്ങളിൽ എല്ലാത്തിനും അതേ രീതിയിൽ ഉത്തരം പറയാൻ സാധിക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, സംസ്ഥാന സർക്കാർ പോകുന്നത് വളരെ കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കാൻ ADGP നിതിൻ അഗർവാളിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, അതുപോലെ തന്നെ SP ആയിട്ടുള്ള അക്ബറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങൾ അറിയിക്കുന്നതായിരിക്കാം. നിലത്തിരിക്കുന്ന അമ്മയെ സ്നേഹപൂർവ്വം പോലീസ് പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ശ്രീ ഷംസീർ മഹിജയുടെ അടിവയറ്റിൽ മർദ്ദനമേറ്റത്, അടിവയറ്റിൽ പരിക്കുണ്ടായത് എങ്ങനെയാണ് നട്ടലിന് പരിക്കുണ്ടായത്, എങ്ങനെയാണ് നടുവിന് പരിക്കേൽക്കുന്നത്? ഇവർ പറയുന്നതൊക്കെ നുണയാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ? അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാം. ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പ്രിയപ്പെട്ട വാർത്താവതാരകൻ ഒന്ന് മനസ്സിരുത്തി വായിക്കുക. അതിനകത്ത് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നതിന് പകരം മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്ത് വളരെ ക്ലിയർ ആയി പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുക. പുതിയ ആരോപണമാണ്. എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? എങ്ങനെ IG റിപ്പോർട്ടിൽ തെറ്റൊന്നും അതിക്രമത്തിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല, പോലീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടുവെന്ന് നിങ്ങളുടെ സർക്കാരിന്, നമ്മുടെ സർക്കാരിന്റെ പരസ്യമാണ് പത്രങ്ങളിൽ വരുന്നത്. അങ്ങനെ സ്നേഹപൂർവ്വം പൊക്കിയെടുത്തു. നിങ്ങൾക്കിപ്പോ എന്താണ് ഉത്തരം വേണ്ടത് എന്റെ ഭാഗത്തുനിന്ന്? എങ്ങനെയാണ് ഈ പോലീസിൽ നിന്നും അങ്ങനെയെങ്കിലും ഉത്തരം കൂടെ എഴുതി തന്നേക്കും. ചോദ്യത്തിന്റെ ഉത്തരം കൂടെ എഴുതി തന്നാൽ പ്രകോപനം എനിക്കില്ല. ഇതാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ രീതി ഇതാണ്. ടെലി വന്നിട്ട് ചോദ്യം ചോദിക്കും, ഞങ്ങൾ ഉത്തരം പറയുമ്പോൾ പ്രകോപിതനാവരുത് എന്ന് പറഞ്ഞ് വ്യക്തിഹത്യക്ക് വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കും. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരുപാട് കാലമായി പൊതുരംഗത്തുള്ള ഒരാളാണ്. നിങ്ങളിപ്പോ ന്യൂസ് റീഡർ തന്നെ ഈ വിഷ്വൽ മീഡിയ ഘട്ടം മുതൽ ഞങ്ങളൊക്കെ പൊതുരംഗത്തുള്ളവരാ. നിങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഉത്തരം പറയുമ്പോൾ പ്രകോപിതനാവുന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കണ്ട. അത് ശരിയല്ല. ഞാനൊരു പ്രകോപിതനുമല്ല. വളരെ കാമൻ കോയിറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പ്രകോപിതനായി
സസഹിഷ്ണുത എന്നൊക്കെ പറഞ്ഞുള്ള പദം പ്രയോഗങ്ങൾ ഈ കാര്യത്തിലേക്ക് ടെർമിനോളജികൾ നിങ്ങൾ ഉപേക്ഷിക്കണം. മഹിജ വാവിട്ട് പറയുന്നു അവരുടെ അടിവയറ്റിൽ പരിക്കുണ്ട്, നട്ടലിന് പരിക്കുണ്ട്, നടുവിന് പരിക്കുണ്ട്, ശ്രീജിത്തിന്റെ കൊങ്ങായ്ക്ക് പിടിച്ചതാണ് അദ്ദേഹത്തിന്റെ ശബ്ദനാളിക്ക് പരിക്കുണ്ട്. എന്നിട്ട് പോലീസ് ഒരു അതിക്രമം നടത്തിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് ഇത്തരത്തിൽ ചോദിക്കേണ്ടി വരുന്നത് ശ്രീ ഷംസീർ. അതെ, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന്. ഞാനിപ്പോ പോലീസ് IPS ഓഫീസർമാരൊന്നല്ലോ, ഞാൻ ഡോക്ടറുമല്ല. ഈ പറഞ്ഞ നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ വിവരങ്ങളാണ് സർക്കാരിന് മുമ്പിൽ ഉൾപ്പെടെയുള്ളത്. അത് വെച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ അത് വെച്ച് അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് ഒരു അതിക്രമവും കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് പത്രപരസ്യം ശ്രീ ഷംസീർ. ഏതായാലും അത് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് ഉൾപ്പെടെ വരുന്നത് വരെ നിങ്ങൾക്ക് ക്ഷമാപണം നിന്നോട്ടെ. റിപ്പോർട്ട് ഉൾപ്പെടെ വരുന്നവരെ സർക്കാരിന് ക്ഷമിച്ചുകൂടെ? റിപ്പോർട്ട് വരുന്നവരെ സർക്കാരിന് ക്ഷമിച്ചുകൂടെ ശ്രീ ഷംസീർ? മാതൃഭൂമിക്ക് ക്ഷമിച്ചൂടെ? മാതൃഭൂമി വലിയ ദേശീയ പാരമ്പര്യമുള്ള പത്രത്തിന്റെ ചാനലല്ലേ? നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചൂടെ? സർക്കാരാണ് ഷംസീർ, ഇത് സർക്കാരാണ്. സർക്കാരിന് ക്ഷമിച്ചുകൂടെ? സർക്കാരിന് ക്ഷമിച്ചുകൂടെ റിപ്പോർട്ട് വരുന്നത് വരെ? അതിനു മുന്നേ പോലീസിന് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് പോലീസിന് യാതൊരു തെറ്റും. ശ്രീ ഷംസീർ, മാതൃഭൂമി ക്ഷമിക്കുന്ന മറ്റൊരു കാര്യമാണല്ലോ. ഇത് ജനങ്ങളുടെ സർക്കാരാണ് സർ. ഇത് ജനങ്ങളുടെ സർക്കാരാണ് സർ. ശ്രീ ഷംസീർ, ഇത് ജനങ്ങളുടെ സർക്കാരാണ് സർ. ഷംസീർ, ഇത് ജനങ്ങളുടെ സർക്കാർ. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പാകപ്പിഴകൾ പറ്റി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് ഒരു മടിയുള്ളവരല്ല ഞങ്ങൾ. IG അന്വേഷിക്കുകയാണല്ലോ ശ്രീ ഷംസീർ. പോലീസ് അതിക്രമമുണ്ടോ എന്ന് IG അന്വേഷിക്കുകയാണല്ലോ ശ്രീ ഷംസീർ. അന്വേഷണ റിപ്പോർട്ട് വരും വരെയെങ്കിലും ഈ വിശദീകരണ കുറിപ്പ് പുറത്തുവിടാതിരുന്നുകൂടെ? പോലീസിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, IG റിപ്പോർട്ടിലൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള അന്വേഷണ റിപ്പോർട്ട്. ഒരു സർക്കാർ എങ്ങനെ പറയണമെന്ന് നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടുണ്ടോ? അത് ശരിയാണോ? മാതൃഭൂമി എന്ത് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണം എനിക്ക് പറയാൻ പറ്റും? പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അങ്ങ് പറയുന്നത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല? പിന്നെ എങ്ങനെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടറല്ല ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് ശ്രീ ഷംസീർ അങ്ങ് പറയുന്നത് പോലീസിന് തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നു പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സർക്കാർ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു പോലീസിന് തെറ്റ് പറ്റിയിട്ടില്ല. ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലം നിങ്ങളിപ്പോ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വെച്ച് ബഹളം വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടാതിരിക്കുമ്പം നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ല. ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾക്കകത്ത് ഇന്നലെ CPIMന്റെ സെക്രട്ടേറിയറ്റ് പറഞ്ഞു ഒരു പുതിയ ആരോപണം വന്നിരിക്കുന്നു. ഈ ആരോപണം പശ്ചാത്തലത്തിൽ ഈ ആരോപണത്തെ കുറിച്ച് കൂടി അന്വേഷിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് CPIM സെക്രട്ടേറിയറ്റ്. മഹിജ ചേരുന്നുണ്ട്. മഹിജ, എങ്ങനെയാണ്